അത് പ്രഖ്യാപനമാണ്. ഇപ്പം നമ്മൾ ഉടമ്പടി തൈലം ഉപ്പൊക്കെ നമ്മൾ തേക്കുമ്പോൾ ഉടമ്പടിയിലുള്ള ഗുണമെന്ന് വെച്ചാൽ കുറേ പ്രയോഗങ്ങളുണ്ട്. ഈ വിശ്വാസം, പ്രാർത്ഥന, അതുപോലെ തന്നെ വിശ്വാസം, പ്രാർത്ഥന, വിശ്വാസം, പ്രഖ്യാപനം, വിശ്വാസം, പ്രയോഗം. ഇപ്പം നമ്മൾ ഉടമ്പടി തൈലം തേക്കുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രയോഗമാണ് വിശ്വാസത്തിൻ്റെ. ആ പ്രയോഗത്തെ സാധൂകരിക്കുന്നത് പ്രഖ്യാപനമാണ്. നമ്മൾ തൈലമല്ലല്ല നമ്മളെ സുഖപ്പെടുത്തുന്നത്. ആരാണ്? യേശുവിൻ്റെ നാമമാണ് സുഖപ്പെടുത്തുന്നത്. അതാണ് അതിൻ്റെ ആ പ്രയോഗത്തിലുള്ളത്. എന്താണ്? യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതെപ്പോഴും മനസ്സിലുണ്ടാവില്ല. തൈലം എടുത്തിട്ട് വെളിച്ചെണ്ണ തേക്കുമ്പോൾ നമ്മൾ ഒരു വിശ്വപ്രമാണം ചെല്ലുമോ തല കുളിക്കാൻ നേരത്ത്? ഇല്ല. അതുപോലെ അതുകൊണ്ടാണ് ഈ ഉടമ്പ് എടുക്കാത്ത ആൾക്കാർക്ക് നിങ്ങൾ എണ്ണ കൊടുത്തു വിടരുതെന്ന് പറയേണ്ട കാര്യം അതാണ്. ഉടമ്പടി തൈലം ഒരിക്കലും ഉടമ്പടി എടുക്കാത്തവർക്ക് കൊടുത്തു വിടരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ഉടമ്പടി തൈലം തേച്ച് കൊടുക്കുക. അപ്പോൾ ആ തേക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിയിരിക്കണം. അതാ കാര്യം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വിശ്വാസപ്രമാണം വേണം. കാരണം വിശ്വാസ പ്രഖ്യാപനമാണത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന